ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലുള്ള തിരുവചന കേൾവി എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും സന്തോഷത്തിനും കാരണമായി തീരട്ടെ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. പുറപ്പാട് 9:16. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ പ്രിയരെ, മോശയിലൂടെ ദൈവം ഫറവോനോട് പറഞ്ഞ ദൈവാലോചനയാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമം വായിക്കുമ്പോൾ ഈ വാക്യം ആവർത്തിച്ച് അവിടെ എടുത്തെഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ഫറവോനോട് മോശ പറയുകയാ, തകർത്ത് കളയുവാനും നശിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും. ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച് ഫറവോൻ അഹങ്കാരത്തിൻ്റെ ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ മോശയിലൂടെ ഫറവോനോട് പറയുന്ന ദൈവാലോചനയാണിത്. എന്തിനാ നിന്നെ ജീവനോടെ വച്ചിരിക്കുന്നതെന്നറിയാമോ? പല ബാധകൾ മിസ്രയീമിൽ കടന്നു വന്നിട്ടും ഫറവോനെ അതിനകത്ത് നിന്നെ കൊല്ലാതെ ജീവനോടെ വച്ചിരിക്കുന്നത് എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്. പ്രിയരെ, നാം തിരിച്ചറിയണം, നമ്മിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയിലൂടെ ദൈവശക്തി ശത്രു തിരിച്ചറിയണം. വാസ്തവത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്. ഫറവോനോട് പറയുകയാണ്, പല ബാധകൾ മാറി മാറി വന്നിട്ടും അതൊന്നും നിന്നെ തകർത്ത് കളയാത്തത് നീ കൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ടോ രാജാവായിരിക്കുന്നത് കൊണ്ടോ വലിയ സംരക്ഷണം നിന്റെ ചുറ്റും ഉള്ളത് കൊണ്ടോ അല്ല. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവ പ്രവൃത്തിയുണ്ടെന്ന്. പലപ്പോഴും ദുഷ്ടൻ പ്രബലനാകുമ്പോൾ ശത്രു പിന്നെയും ദൈവജനത്തെ ഒതുക്കുവാനും ഉപദ്രവിക്കുവാനും ആക്രമിക്കുവാനും തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശയും ഭാരവും വേദനയും ഒക്കെ വരാറുണ്ട്. എന്തുകൊണ്ട്? വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്നില്ല. ദൈവം ന്യായാധിപതിയായി എന്താ വെളിപ്പെടാത്തത്? മറുപടി ഫറവോനോട് പറയാനുള്ള മറുപടി ഇതാണ്: ദൈവത്തിൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനാ കുറേ ദിവസം കൂടെ ദൈവം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്. കാരണമില്ലാതെ പീഡിപ്പിക്കുന്ന ഫറവോനിയ ശക്തികളുണ്ടോ? ആഭിചാരം ചെയ്യുന്നവരുണ്ടോ? കള്ളക്കേസുകൾ കൊടുക്കുന്നവരുണ്ടോ? ഒന്നിനു പിറകെ ഒന്നായി ഉപദ്രവിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ഫറവോനിയ ശക്തികളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവകൃപയിൽ ജീവിക്കുന്നവരെ, നിരാശപ്പെടരുത്. 2026 ബാധകൾ പലത് വന്നിട്ടും ഫറവോൻ തകർന്നു പോകാതിരിക്കുന്നത് ബാധകൾക്ക് ഫറവോനെ തകർക്കാൻ കരുത്തില്ലാത്തത് കൊണ്ടല്ല. അവനൊരു മഹാ അത്ഭുതം കാണണം. തിരുവചനം എഴുതിയിരിക്കുന്നു, എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്. ഫറവോനെ, ദൈവശക്തി എന്ത് എന്ന് നീ തിരിച്ചറിയേണ്ടതിനാണ് ദൈവജനത്തെ ഉപദ്രവിച്ചിട്ടും ദൈവം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കിയിരിക്കുന്നത്. ഒരുപാട് വേദനകൾ, ഉപദ്രവങ്ങളിലൂടെ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, തുടരെ ശത്രു പീഡിപ്പിച്ചിട്ടും ആമേൻ, അതിൻ്റെ നടുവിൽ അവൻ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പരാതിയുള്ള, വേദനയുള്ള, സങ്കടമുള്ള ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ
ഞാൻ ഉറപ്പോടെ പറയാം, ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്. ഭറവനെ, ദൈവശക്തിയുടെ വ്യാപാരം അഥവാ ദൈവജനത്തിന് വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി എത്ര വലുത് എന്ന് നീ കാണണം. അതുകൊണ്ട് ഒന്നാമത്തെ ബാധയിലും രണ്ടാമത്തെ ബാധയിലും, എന്തിന് 10ാമത്തെ ബാധയിൽ പോലും നിന്നെ തകർത്ത് കളയാതെ ആയുസ്സിനെ ദീർഘമാക്കി വച്ചിരിക്കുകയാ. നീ ഉപദ്രവിച്ചവൻ വിടുവിക്കപ്പെടുന്നത് കാണുവാൻ, നീ പിടിച്ചു വച്ചിരിക്കുന്നവൻ പുറപ്പെടുന്നത് കാണുവാൻ, പിന്തുടരുവാൻ നീ ശ്രമിച്ച ദൈവജനം ചെങ്കടൽ കടന്ന് അക്കരെ കയറുന്നത് നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനത്തിൽ നിന്ന് ഞാനൊരു ദൂത് പറയാം. നിന്നെ ഉപദ്രവിച്ചവർ, നിന്നെ അപമാനിച്ചവർ, നിനക്കെതിരെ കള്ള കഥ പറഞ്ഞ് പരത്തിയവർ, നിന്റെ തലമുറയെ ഊഴിയ വേല ചെയ്യേണ്ടതിന് അടിമത്വത്തിലേക്ക് കൊണ്ടുപോയ ശക്തികൾ, ആഭിചാരം ചെയ്യുന്നവർ, കള്ളക്കേസുകളിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നവർ, ആമേൻ, ദൈവശക്തി എന്ത് എന്ന് ഈ ദിവസങ്ങളിൽ കാണുന്ന നാളുകളായിരിക്കട്ടെ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഭാരമേറിയ വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി ശത്രു കാണേണ്ടതിന് ദൈവപ്രവൃത്തി എത്ര വലിയ ശ്രേഷ്ഠതയെന്ന് അവൻ തിരിച്ചറിയേണ്ടതിന് ദൈവം അവനെ ജീവനോടെ വച്ചിരിക്കുകയാ. ബൈബിൾ അങ്ങനെയാ പറയുന്നത്. ആമേൻ. എന്നിട്ട് എഴുതിയിരിക്കുന്നു, എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഈ സിംഹാസനത്തിൽ നിന്ന് നിന്നെ താഴെ ഇറക്കാതെ എന്തിനാ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നതെന്നറിയാമോ? ഒന്നിന് പിറകെ ഒന്നായി 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 ബാധകൾ കയറി വന്നിട്ടും, ആമേൻ, ചിലതിനെയൊക്കെ അധികാര കേന്ദ്രങ്ങളിൽ, സിംഹാസനങ്ങളിൽ, ആമേൻ, ഉന്നതമായ ഇടങ്ങളിൽ സുവിശേഷത്തിനും ദൈവവേലക്കാർക്കും പ്രാർത്ഥിക്കുന്നവർക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ചെയ്യാവുന്ന എതിരുകൾ മുഴുവനും ചെയ്തിട്ടും, കരിനിയമങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ടും, പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം നിർത്തിയിരിക്കുന്നത് അഥവാ തുടരാൻ അനുവദിക്കുന്നത്? മറുപടി ഇതാണ്, ദൈവനാമം സർവഭൂമിയിലും പ്രസിദ്ധമാകത്തക്ക നിലയിൽ, ആമേൻ, വലിയൊരു ദൈവപ്രവൃത്തി നിന്റെ കണ്ണിന്റെ മുൻപിൽ ഭറവോനെ വെളിപ്പെടേണ്ടതിന് ദൈവം നിന്നെ വച്ചിരിക്കുകയാ. 2 കാര്യങ്ങൾ. ഒന്ന്, നീ ദൈവശക്തി എന്തെന്ന് കാണും. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതല്ല, നീ പീഡിപ്പിച്ച ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സാധ്യതയില്ലാത്ത ഇടത്ത് വഴി തുറക്കുന്നത്, ആഹാരമില്ലാത്ത ഇടത്ത് ആഹാരം കിട്ടുന്നത് ഭറവോനെ നീ കാണും. അങ്ങനെയാണെങ്കിൽ വേദനയോടെ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരോട് ഞാൻ പറയാം, ശത്രു കാണത്തക്ക നിലയിൽ, ശത്രു അമ്പരന്ന് പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ പ്രാർത്ഥിക്കുന്നവരുടെ മീതെ വെളിപ്പെടും. ചില ദൈവിക വിടുതലുകൾ വെളിപ്പെടും. ചെങ്കടലുകൾ പിളർന്നു മാറും. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഭറവോൻ ആനന്ദത്തോടെ ഉത്സാഹിച്ച സിംഹാസനത്തിൽ ഇരിക്കുകയാ. ആ ഫറവോനോട് പറയാനുള്ള ആലോചന ഇതാ. അക്ഷരാർത്ഥത്തിൽ പഴയ നിയമത്തിനകത്തുള്ള ഭറവോൻ കാണത്തില്ല. പക്ഷേ ഇന്നും, ആമേൻ, ദൈവജനത്തിനെതിരെ കാര്യങ്ങൾ ചെയ്യുവാൻ കൊതിക്കുന്ന ഭറവോന്യ ശക്തികളുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഈ വാക്യത്തിനകത്തതാണ് പറയുന്നത്, ആമേൻ, എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസിദ്ധമാകേണ്ടതിനും നിന്നെ നിർത്തിയിരിക്കുന്നു. നിശ്ചയമായിട്ടും ശത്രു കാണത്തക്ക നിലയിൽ ദൈവശക്തി വെളിപ്പെടുന്ന അനുഗ്രഹത്തിന്റെ ഒരു പ്രഭാതമായി തീരട്ടെ. ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.